റൂൾസ് റിലേറ്റിംഗ് ടു റിവോക്കേഷൻ ഓഫ് ക്യാൻസലേഷൻ. അതായത് ജി എസ് ടിയുടെ അകത്ത് രജിസ്റ്റർ ചെയ്തിരിക്കുന്ന ഒരു ബിസിനസ്സുകാരൻ അയാളുടെ ജി എസ് ടി രജിസ്ട്രേഷൻ ക്യാൻസൽ ചെയ്യണമെന്ന് പറഞ്ഞുകൊണ്ട് ജി എസ് ടി രജിസ്ട്രേഷൻ ക്യാൻസൽ ചെയ്യാൻ റൈറ്റുള്ള ഒരു റെസ്പെക്റ്റീവ് അതോറിറ്റിയുടെ മുമ്പാകെ ഒരു ആപ്ലിക്കേഷൻ ഫോം കൊടുക്കുന്നു, എൻ്റെ രജിസ്ട്രേഷൻ ക്യാൻസൽ ചെയ്യണമെന്ന് പറഞ്ഞുകൊണ്ട്. ഓക്കെ, അത് അതോറിറ്റി, ആ റെസ്പെക്റ്റീവ് അതോറിറ്റി അംഗീകരിക്കുകയും ഈ ബിസിനസ്സുകാരൻ്റെ ജി എസ് ടി രജിസ്ട്രേഷൻ ക്യാൻസൽ ചെയ്തുകൊണ്ടുള്ള ഓർഡർ പാസ്സാക്കുകയും ചെയ്തു. ഓക്കെ, പാസ്സാക്കി 30 ദിവസത്തിന് പാസ്സാക്കി കഴിഞ്ഞപ്പോൾ ാണ് ഈ ബിസിനസ് പാസ്സാക്കി കുറച്ച് ദിവസം കഴിഞ്ഞപ്പോഴാണ് ഈ ബിസിനസ്സുകാരന് തോന്നുന്നത് എൻ്റെ രജിസ്ട്രേഷൻ എന്താണ് ക്യാൻസൽ ചെയ്തത് റദ്ദാക്കണം, എനിക്ക് ജി എസ് ടിയുടെ അകത്ത് രജിസ്ട്രേഷൻ തുടരണമെന്ന്. അങ്ങനൊരു സന്ദർഭം വന്നു കഴിഞ്ഞാൽ ഈ സ്വയം തന്നെയാണ് ഇദ്ദേഹം ഇങ്ങനെ സബ്മിറ്റ് ചെയ്തിരിക്കുന്ന ആപ്ലിക്കേഷൻ ഫോം അതുമായി ബന്ധപ്പെട്ടുള്ള റെസ്പെക്റ്റീവ് അതോറിറ്റി അംഗീകരിക്കുകയും അദ്ദേഹത്തിൻ്റെ രജിസ്ട്രേഷൻ ക്യാൻസലാക്കുകയും ചെയ്തു. ഓക്കെ, ഇനി ആ ഓർഡർ റദ്ദാക്കാൻ വേണ്ടി അദ്ദേഹം എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, എന്നാണോ ആ പ്രോപ്പർ അതോറിറ്റി അദ്ദേഹത്തിൻ്റെ ജി എസ് ടി രജിസ്ട്രേഷൻ ക്യാൻസൽ ചെയ്യാനുള്ള ഓർഡർ പാസ്സാക്കിയത് ആ 30 ദിവസത്തിനുള്ളിൽ വേണം ഇദ്ദേഹം എന്ത് ചെയ്യാൻ, അദ്ദേഹത്തിൻ്റെ ജി എസ് ടി രജിസ്ട്രേഷൻ ക്യാൻസൽ ചെയ്യാൻ വേണ്ടിയുള്ള ആപ്ലിക്കേഷൻ ഫോം റദ്ദാക്കാൻ വേണ്ടിയുള്ള ഓൺലൈൻ ആപ്ലിക്കേഷൻ ഫോം ഫില്ല് ചെയ്ത് അതുമായി ബന്ധപ്പെട്ടുള്ള റെസ്പെക്റ്റീവ് അതോറിറ്റീസിന് സബ്മിറ്റ് ചെയ്യേണ്ടത്. ഇപ്പോൾ ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, ഏതെങ്കിലും ഒരു ബിസിനസ്സുകാരൻ അയാളുടെ ജി എസ് ടി രജിസ്ട്രേഷൻ ക്യാൻസൽ ചെയ്യാൻ വേണ്ടിയുള്ള ആപ്ലിക്കേഷൻ ഫോം കൊടുക്കുകയും അതുമായി ബന്ധപ്പെട്ടുള്ള അതോറിറ്റി പരിശോധിച്ച് അദ്ദേഹത്തിൻ്റെ ജി എസ് ടി രജിസ്ട്രേഷൻ ക്യാൻസൽ ചെയ്യുകയും ചെയ്തു. അതിൻ്റെ ഇടയ്ക്കാണ് ഇദ്ദേഹത്തിന് തോന്നുന്നത് എന്ത്, എൻ്റെ ജി എസ് ടി രജിസ്ട്രേഷൻ ക്യാൻസൽ ചെയ്യേണ്ടതിരുന്നില്ല, എനിക്ക് എന്ത് ചെയ്യണം, ജി എസ് ടി രജിസ്ട്രേഷൻ്റെ അകത്ത് അയാളുടെ രജിസ്ട്രേഷൻ തുടരണമെന്ന്. അപ്പോൾ ഉടനെ തന്നെ ഇദ്ദേഹത്തിന് ജി എസ് ടി രജിസ്ട്രേഷൻ ക്യാൻസൽ ചെയ്തുകൊണ്ടുള്ള ഓർഡർ കിട്ടി. 30 ദിവസത്തിനുള്ളിൽ മസ്റ്റായിട്ട് എന്ത് ചെയ്യണം, ഇദ്ദേഹം ഓൺലൈൻ മൂലമെങ്കിൽ ഈ ബിസിനസ്സുകാരൻ്റെ ജി എസ് ടി രജിസ്ട്രേഷൻ ക്യാൻസൽ ചെയ്യാൻ വേണ്ടി ഇദ്ദേഹം പൂരിപ്പിച്ച് കൊടുത്തിരിക്കുന്ന ആപ്ലിക്കേഷൻ ഫോം റദ്ദാക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ഒരു ഓൺലൈൻ മുഖേന അതുമായി ബന്ധപ്പെട്ടുള്ള റെസ്പെക്റ്റീവ് അതോറിറ്റീസിന് ഒരു ആപ്ലിക്കേഷൻ ഫോം സബ്മിറ്റ് ചെയ്ത് കൊടുക്കുന്നു. ആ ആപ്ലിക്കേഷൻ ഫോമിൻ്റെ പേരാണ് ഫോം ജി എസ് ടി രജിസ്ട്രേഷൻ 21 എന്ന് പറയുന്നത്. ഈ ആപ്ലിക്കേഷൻ്റെ ഫോമിൻ്റെ ഉള്ളിൽ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ടാകണം എന്തുകൊണ്ടാണ് ഇദ്ദേഹത്തിൻ്റെ ജി എസ് ടി രജിസ്ട്രേഷൻ ക്യാൻസലേഷൻ ആപ്ലിക്കേഷൻ ഫോം റദ്ദാക്കണമെന്ന് പറയാനുള്ള കാരണം എന്താണ് എന്ന് ക്ലിയറായിട്ട് പറഞ്ഞിട്ടുണ്ടാകണം. അതുപോലെ തന്നെ അത് ആ റെസ്പെക്റ്റീവ് അതോറിറ്റീസിന് ഓൺലൈൻ മുഖേന അതുമായി ബന്ധപ്പെട്ടുള്ള ഡോക്യുമെൻറ്റ്സ് സബ്മിറ്റും ചെയ്തിട്ടുണ്ടാകണം. ഇനി മറ്റൊരു കാര്യമെന്ന് പറയുന്നത്, ജി എസ് ടി രജിസ്ട്രേഷൻ എടുത്തിരിക്കുന്ന ബിസിനസ്സുകാരൻ്റെ ജി എസ് ടി രജിസ്ട്രേഷൻ ക്യാൻസലായി പോകുന്നത് അയാൾ സ്വയം ആപ്ലിക്കേഷൻ ഫോം സബ്മിറ്റ് ചെയ്തുകൊണ്ടല്ല എൻ്റെ ജി എസ് ടി രജിസ്ട്രേഷൻ ക്യാൻസൽ ചെയ്യണമെന്ന് പറഞ്ഞാൽ അയാൾ സ്വയം ആപ്ലിക്കേഷൻ ഫോം സബ്മിറ്റ് ചെയ്യുന്നത് വഴിയല്ല. ചിലപ്പോൾ ഈ ബിസിനസ് ലീഗലി അല്ലെങ്കിൽ ഗവൺമെൻറ് ജി എസ് ടി രജിസ്ട്രേഷൻ അതോറിറ്റി തന്നെ ജി എസ് ടി രജിസ്ട്രേഷൻ നൽകുന്ന അതേ അതോറിറ്റി തന്നെയായിരിക്കും ഇദ്ദേഹത്തിൻ്റെ രജിസ്ട്രേഷൻ ക്യാൻസലാക്കി കളയുന്നത്. അല്ലെങ്കിൽ നിയമപ്രകാരം തന്നെ ഇദ്ദേഹത്തിൻ്റെ രജിസ്ട്രേഷൻ ക്യാൻസലാക്കി അതുമായി ബന്ധപ്പെട്ടുള്ള റെസ്പെക്റ്റീവ് അതോറിറ്റി കളയുന്നു. അങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ ജി എസ് ടി രജിസ്ട്രേഷൻ നഷ്ടപ്പെടുന്ന ബിസിനസ്സുകാരന് വേണമെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും, അയാളുടെ ജി എസ് ടി രജിസ്ട്രേഷൻ തുടരണമെന്ന് പറഞ്ഞുകൊണ്ടും ഇദ്ദേഹത്തിന് അതുമായി ബന്ധപ്പെട്ടുള്ള റെസ്പെക്റ്റീവ് അതോറിറ്റീസിന് ആപ്ലിക്കേഷൻ ഫോം കൊടുക്കാം. ഇപ്പോൾ ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ ജി എസ് ടിയുടെ അകത്ത് രജിസ്റ്റർ ചെയ്തിരിക്കുന്ന ബിസിനസ്സുകാരനായിരുന്നു. ഞാൻ ഗവൺമെൻറ്റിലേക്ക് കൃത്യമായിട്ട് ടാക്സ് റിട്ടേണോ അല്ല എങ്കിൽ ഗവൺമെൻറ് പറഞ്ഞിരിക്കുന്ന ടാക്സ് എമൗണ്ടോ അല്ല എങ്കിൽ ഗവൺമെൻറ് ഞാൻ ടാക്സ് എമൗണ്ട് പേ ചെയ്യാത്തപ്പോൾ പെൻഡിങ് വരുത്തിയിരിക്കുന്ന പെനാൽറ്റി എമൗണ്ടോ അല്ലെങ്കിൽ അതിൻ്റെ ഇൻട്രസ്റ്റ് ഫീസോ ലേറ്റ് ഫീസോ ഇതൊന്നും ഞാൻ സമയബന്ധിതമായിട്ട് ഗവൺമെൻറ് പറഞ്ഞിരിക്കുന്ന സമയത്ത് ഞാൻ ജി എസ് ടിയിൽ രജിസ്റ്റർ ചെയ്തിരിക്കുന്ന ബിസിനസ്സുകാരനായി ഞാൻ കൊടുത്തിട്ടില്ല എങ്കിൽ ഗവൺമെൻറ്റിന് വേണമെങ്കിൽ അതുമായി ബന്ധപ്പെട്ടിരിക്കുന്ന റെസ്പെക്റ്റീവ് അതോറിറ്റീസിന് വേണമെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും, എൻ്റെ ജി എസ് ടി രജിസ്ട്രേഷൻ ക്യാൻസൽ ചെയ്ത് കളയാം. ഓക്കെ, അങ്ങനെയുള്ള സന്ദർഭത്തിൽ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും, അങ്ങനെയുള്ള സന്ദർഭത്തിൽ രജിസ്ട്രേഷൻ ക്യാൻസൽ ആയിരിക്കുന്ന ബിസിനസ്സുകാരനായി ഞാൻ എൻ്റെ ജി എസ് ടി രജിസ്ട്രേഷൻ തുടരണമെന്ന് പറഞ്ഞുകൊണ്ട് ഒരു ആപ്ലിക്കേഷൻ ഫോം സബ്മിറ്റ് ചെയ്യാം. അന്നേരം ഞാൻ പൂരിപ്പിച്ച് കൊടുക്കേണ്ട ആപ്ലിക്കേഷൻ ഫോം എന്ന് പറയുന്നത് ഫോം ജി എസ് ടി രജിസ്ട്രേഷൻ 21 ആണ്. പക്ഷേ ഈ രീതിയിൽ രജിസ്ട്രേഷൻ ക്യാൻസൽ ആയിരിക്കുന്ന ബിസിനസ്സുകാരൻ അയാളുടെ ജി എസ് ടി രജിസ്ട്രേഷൻ തുടരണമെന്ന് പറഞ്ഞുകൊണ്ട് ആപ്ലിക്കേഷൻ ഫോം ഫില്ല് ചെയ്ത് കൊടുക്കുന്നതിന് മുമ്പ് തന്നെ ഇദ്ദേഹത്തിൻ്റെ എല്ലാ ടാക്സ് റിട്ടേണും അതുപോലെ തന്നെ ഡ്യൂ ടാക്സ് എമൗണ്ടും ഇൻട്രസ്റ്റ് എമൗണ്ടും പെനാൽറ്റി എമൗണ്ടും ലേറ്റ് ഫീ എമൗണ്ടും അതുമായി ബന്ധപ്പെട്ടിരിക്കുന്ന റെസ്പെക്റ്റീവ് ജി എസ് ടി അതോറിറ്റിക്ക് നൽകിയിട്ടുണ്ടാകണം ഓൺലൈൻ മുഖേന. അതിനുശേഷം മാത്രമേ ഇദ്ദേഹത്തിന് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, അദ്ദേഹത്തിൻ്റെ ജി എസ് ടി രജിസ്ട്രേഷൻ ക്യാൻസൽ ചെയ്തത് റദ്ദാക്കണമെന്ന് പറഞ്ഞുകൊണ്ടുള്ള ആപ്ലിക്കേഷൻ ഫോം അതുമായി ബന്ധപ്പെട്ടിരിക്കുന്ന റെസ്പെക്റ്റീവ് അതോറിറ്റീസിന് സബ്മിറ്റ് ചെയ്യാൻ പറ്റുകയുള്ളൂ. ഓക്കെ, ഇനി ഏത് ബിസിനസ്സുകാരനും ആയിക്കോട്ടെ അയാളുടെ ജി എസ് ടി രജിസ്ട്രേഷൻ ക്യാൻസൽ ചെയ്യാൻ വേണ്ടി ആപ്ലിക്കേഷൻ ഫോം നൽകിയിരിക്കുന്ന ബിസിനസ്സുകാരനായിക്കോട്ടെ, അതല്ല നേരെ തിരിച്ച് ലീഗലി രജിസ്ട്രേഷൻ നഷ്ടപ്പെട്ടിരിക്കുന്ന ബിസിനസ്സുകാരനായിക്കോട്ടെ, ഈ രണ്ട് വ്യക്തികളാണെങ്കിലും ശരി അവരുടെ ജി എസ് ടി രജിസ്ട്രേഷൻ ക്യാൻസലാക്കിക്കൊണ്ടുള്ള
ഓർഡർ റദ്ദാക്കണമെന്ന് പറഞ്ഞുകൊണ്ട് അതുമായി ബന്ധപ്പെട്ടിരിക്കുന്ന പ്രോപ്പർ ഓഫീസർക്ക് എന്താണ് ഒരു ആപ്ലിക്കേഷൻ ഫോം സബ്മിറ്റ് ചെയ്യുന്നു. ഈ ആപ്ലിക്കേഷൻ ഫോം ആ പ്രോപ്പർ ഓഫീസറുടെ കൈക്ക് കിട്ടിക്കഴിഞ്ഞാൽ അദ്ദേഹം ഇത് പരിശോധിക്കുകയും അതുപോലെ തന്നെ സ്വയമേവ രജിസ്ട്രേഷൻ ക്യാൻസലാക്കിയിരിക്കുന്ന വ്യക്തി എന്തുകൊണ്ടാണ് വീണ്ടും അയാളുടെ രജിസ്ട്രേഷൻ റിന്യൂ ചെയ്യാൻ ആഗ്രഹിക്കുന്നത്, അയാൾ നൽകിയിരിക്കുന്ന കാരണങ്ങൾ ശരിയാണോ എന്ന് പരിശോധിക്കുകയൊക്കെ ചെയ്യുന്നു. ഓക്കെ, പരിശോധിച്ചതിന് ശേഷം അയാൾ തന്നിരിക്കുന്ന വിവരങ്ങൾ ക്ലിയർ ആണെങ്കിൽ എന്താണ് അദ്ദേഹത്തിൻ്റെ ആപ്ലിക്കേഷൻ ഫോം കയ്യിൽ കിട്ടി 7 ദിവസത്തിനുള്ളിൽ തന്നെ എന്താണ് അദ്ദേഹത്തിൻ്റെ രജിസ്ട്രേഷൻ ക്യാൻസലേഷൻ ആപ്ലിക്കേഷൻ ഫോം റദ്ദാക്കിക്കൊണ്ടുള്ള ഓർഡർ പുറപ്പെടുവിക്കുകയും ചെയ്യും. ഇനി മറ്റേ സാധാരണ രീതിയിൽ ലീഗലി രജിസ്ട്രേഷൻ നഷ്ടപ്പെട്ടിരിക്കുന്ന ബിസിനസ്സുകാരനാണെങ്കിൽ അദ്ദേഹം ഓൺലൈൻ മുഖേന ഇങ്ങനെ ഒരു ആപ്ലിക്കേഷൻ ഓൺലൈൻ മുഖേന എന്താണ് അദ്ദേഹം ഒരു ആപ്ലിക്കേഷൻ ഫോം കൊടുക്കുകയാണ്, എൻ്റെ GST രജിസ്ട്രേഷൻ റിന്യൂ ചെയ്യണമെന്ന് പറഞ്ഞുകൊണ്ട്. അപ്പോൾ എന്ത് ചെയ്യും, ഈ അദ്ദേഹത്തിൻ്റെ രജിസ്ട്രേഷൻ നഷ്ടപ്പെടാൻ കാരണമായിരിക്കുന്ന ഓർഡർ ഇല്ലാതാക്കാൻ വേണ്ടിയാണ് ഇദ്ദേഹം ഇങ്ങനൊരു ആപ്ലിക്കേഷൻ ഫോം ഓൺലൈൻ മുഖേന നൽകുന്നത്. അതിൽ എന്തെങ്കിലും തരത്തിൽ ഇദ്ദേഹം എന്താണ് കൃത്യസമയത്ത് ടാക്സൊക്കെ റിട്ടേൺ ഒക്കെ ഗവൺമെൻറ്റിലേക്ക് അല്ലെങ്കിൽ പെൻഡിംഗ് ആയിട്ട് കടന്നിരിക്കുന്ന ഇദ്ദേഹത്തിൻ്റെ ടാക്സ് റിട്ടേൺ ഗവൺമെൻറ്റിലേക്ക് ഫയൽ ചെയ്തോ എന്നും അതുപോലെ തന്നെ എന്താണ് ഇദ്ദേഹത്തിൻ്റെ ടാക്സ് ഡ്യൂ ആയിട്ട് കടന്നിരിക്കുന്ന ടാക്സ് എമൗണ്ട്, ഇൻട്രസ്റ്റ് എമൗണ്ട്, പെനാൽറ്റി എമൗണ്ട്, ലേറ്റ് ഫീ ഒക്കെ കൃത്യമായിട്ട് ഗവൺമെൻറ്റിലേക്ക് ഫയൽ ചെയ്തോന്നും അതുമായി ബന്ധപ്പെട്ടിരിക്കുന്ന പ്രോപ്പർ ഓഫീസർ പരിശോധന ശേഷം 7 ദിവസത്തിനുള്ളിൽ ഈ രീതിയിലുള്ള ബിസിനസ്സുകാർക്ക് എന്ത് കൊടുക്കുന്നു, GST രജിസ്ട്രേഷൻ റിന്യൂ ചെയ്തുകൊണ്ടുള്ള ഒരു ഓർഡർ പാസ്സാക്കുന്നു. ഇനി മറ്റൊരു സന്ദർഭം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ രീതിയിലുള്ള ബിസിനസ്സുകാർ നൽകിയിരിക്കുന്ന വിവരങ്ങൾ തെറ്റാണെന്ന് വീണ്ടും ഈ പ്രോപ്പർ ഓഫീസർക്ക് ബോധ്യപ്പെട്ട് കഴിഞ്ഞാൽ അവരുടെ GST രജിസ്ട്രേഷൻ ക്യാൻസൽ ചെയ്യാനുള്ള ആപ്ലിക്കേഷൻ ഫോം റദ്ദാക്കുകയില്ല, അത് അതിൻ്റെ എങ്ങാനും ഇതുമായി ബന്ധപ്പെട്ടിരിക്കുന്ന ഈ GST രജിസ്ട്രേഷൻ റിന്യൂ ചെയ്ത് തരണമെന്ന് പറഞ്ഞുകൊണ്ട് ഇവർ സബ്മിറ്റ് ചെയ്തിരിക്കുന്ന ആപ്ലിക്കേഷൻ ഫോം പരിശോധിക്കുകയും അതുപോലെ തന്നെ എന്താണ് ഇവർക്ക് GST രജിസ്ട്രേഷനിൽ തുടരാൻ അധികാരമില്ല എങ്കിൽ അതിൻ്റെ റീസൺസ് കൃത്യമായിട്ട് എന്ത് ചെയ്തുണ്ടാകും, ഈ GST രജിസ്ട്രേഷൻ അതോറിറ്റി അതുമായി ബന്ധപ്പെട്ടിരിക്കുന്ന GST രജിസ്ട്രേഷൻ എടുക്കാൻ ആഗ്രഹിക്കുന്ന റിന്യൂ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ബിസിനസ്സുകാർക്ക് അറിയിക്കുകയും ചെയ്യും. അന്നേരം അവർ എന്തൊക്കെ കാരണങ്ങൾ കൊണ്ടാണ് താങ്കൾക്ക് GST രജിസ്ട്രേഷൻ എടുക്കാൻ അധികാരമില്ലാത്തത്, താങ്കൾ സബ്മിറ്റ് ചെയ്തിരിക്കുന്ന ഡോക്യുമെൻറ്റ്സ് ചിലപ്പോൾ എന്താണ് തെറ്റായിരിക്കാം, അല്ല എങ്കിൽ താങ്കൾക്ക് ഇനി GST രജിസ്ട്രേഷൻ റിന്യൂ ചെയ്യാനുള്ള അധികാരമില്ല, വേറെ എന്തെങ്കിലും ഒരു കാരണം കൊണ്ടായിരിക്കും ഇവരത് റിജക്റ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ആ റീസൺസ് ക്ലിയർ ആയിട്ടും എന്താണ് ഒരു ഓൺലൈൻ പ്ലാറ്റ്ഫോമിൻ്റെ സഹായത്തോടു കൂടി അതുമായി ബന്ധപ്പെട്ടിരിക്കുന്ന റെസ്പെക്റ്റീവ് ബിസിനസ്സുകാരന് ഇൻഫോം ചെയ്യുകയും അതിനെതിരെ ഒരു ഓർഡർ ഇദ്ദേഹത്തിൻ്റെ GST രജിസ്ട്രേഷൻ തുടരാൻ ഈ കാര്യമാണ് ഫിസിക്കൽ വെരിഫിക്കേഷൻ ഓഫ് പ്രീമിസസ്. അതായത് വേർ ദ പ്രോപ്പർ ഓഫീസർ find that the physical verification of the place of business of a registered person is required after grant a registration, he may get such verification done. The verification report along with the other documents including photographs shall be uploaded from registration 13 on the common portal within period 15 വർക്കിംഗ് ഡേയ്സ് ഫോളോയിങ് ഡേറ്റ് ഓഫ് സച്ച് വെരിഫിക്കേഷൻ. അതായത് GSTയുടെ അകത്ത് രജിസ്ട്രേഷനുമായി എടുക്കുന്ന കാര്യമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് ഏതൊരു ബിസിനസ്സുകാരനും എന്താണ് അയാളുടെ GST രജിസ്ട്രേഷൻ എടുക്കാൻ വേണ്ടി അയാൾ ഓൺലൈൻ മുഖേന GST രജിസ്ട്രേഷൻ ഫോം GST-01 പൂരിപ്പിച്ച് കൊടുക്കണം വേണ്ടേ. അപ്പോൾ ഇങ്ങനൊരു ആപ്ലിക്കേഷൻ ഫോം അതുമായി ബന്ധപ്പെട്ടിരിക്കുന്ന ഏതൊരു ബിസിനസ്സുകാരൻ പൂരിപ്പിച്ച് കൊടുക്കുന്ന GST രജിസ്ട്രേഷന് വേണ്ടി പൂരിപ്പിച്ച് കൊടുക്കുന്ന ആപ്ലിക്കേഷൻ ഫോം അതുമായി ബന്ധപ്പെട്ടിരിക്കുന്ന റെസ്പെക്റ്റീവ് അതോറിറ്റിയുടെ കൈ കിട്ടിക്കഴിഞ്ഞാൽ അവർ ഈ ബിസിനസ്സുകാരൻ്റെ സ്ഥലം പരിശോധിക്കുകയും അതുപോലെ തന്നെ ആ ബിസിനസ് എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്, ആ ബിസിനസ്സിൻ്റെ പ്ലോട്ട് ഏതാണ്, ബിസിനസ്സിൻ്റെ ഫാക്ടറി നിലനിൽക്കുന്ന സ്ഥലം ഏതാണ്, അതുപോലെ തന്നെ എന്താണ് ബിസിനസ്സിൽ ഇദ്ദേഹം സബ്മിറ്റ് ചെയ്തിരിക്കുന്ന ഡോക്യുമെൻറ്റ്സ് ഒക്കെ ക്ലിയർ ആണോ എന്ന് ആ സ്ഥലത്ത് ചെന്ന് പരിശോധിക്കുകയും ചെയ്യുന്നു. അങ്ങനെ പരിശോധിച്ചതിന് ശേഷം അതുമായി ബന്ധപ്പെട്ടിരിക്കുന്ന ഡോക്യുമെൻറ്റ്സിൻ്റെ കൃത്യത ഉറപ്പുവരുത്തുകയും ചെയ്യുന്നു അതുമായി ബന്ധപ്പെട്ടിരിക്കുന്ന റെസ്പെക്റ്റീവ് അതോറിറ്റി. അതിനുശേഷം മാത്രം ഇദ്ദേഹത്തിൻ്റെ ബിസിനസ് സ്ഥാപനം ഇരിക്കുന്ന സ്ഥലവും അതുമായി ബന്ധപ്പെട്ടിരിക്കുന്ന ഡോക്യുമെൻറ്റ്സും ബിസിനസ് സ്ഥാപനം ഇരിക്കുന്ന സ്ഥലത്തിൻ്റെ ഫോട്ടോസും മുതലായ എല്ലാ കാര്യങ്ങളും എന്താണ് എന്നാണോ ഇദ്ദേഹത്തിന് ഇത് വെരിഫിക്കേഷൻ നടത്തുന്നത് അന്ന് തൊട്ട് 15 ദിവസത്തിനുള്ളിൽ എന്താണ് ഓൺലൈൻ മുഖേന പോർട്ടൽ അപ്ലോഡ് ചെയ്യുകയും ചെയ്യുന്നു അതുമായി ബന്ധപ്പെട്ടിരിക്കുന്ന റെസ്പെക്റ്റീവ് അതോറിറ്റി. അന്നേരം അദ്ദേഹം അത് അപ്ലോഡ് ചെയ്യുന്ന ആപ്ലിക്കേഷൻ ഫോമിൻ്റെ പേരാണ് ഫോം GST രജിസ്ട്രേഷൻ 13 എന്ന് പറയുന്നത്. ഓക്കെ, ഇതിന് ശേഷം മാത്രമേ എന്ത് കിട്ടുകയുള്ളൂ, ഏതൊരു ബിസിനസ്സുകാരനും GSTയുടെ അകത്ത് രജിസ്ട്രേഷൻ ലഭിക്കുകയുള്ളൂ. ഈ ഒരു ഫിസിക്കൽ വെരിഫിക്കേഷൻ നടന്നതിന് ശേഷം മാത്രമേ ഏതൊരു ബിസിനസ്സുകാരനും GSTയുടെ അകത്ത് GST രജിസ്ട്രേഷൻ ലഭിക്കുകയുള്ളൂ. പ്രോപ്പർ ഓഫീസർ വന്ന് അയാളുടെ സ്ഥലവും അതുപോലെ തന്നെ അതുമായി ബന്ധപ്പെട്ടിരിക്കുന്ന ഇയാൾ അപ്ലോഡ് ചെയ്തിരിക്കുന്ന ഡോക്യുമെൻറ്റ്സ് ഒക്കെ കൃത്യമാണെന്ന് പരിശോധിക്കുന്നു. ഓക്കെ,
അതിനുശേഷം ഓൺലൈൻ ഇദ്ദേഹത്തിൻ്റെ ഓൺലൈൻ പോർട്ടലിൽ രജിസ്ട്രേഷൻ എടുക്കുന്ന ബിസിനസ്സുകാരൻ്റെ ഓൺലൈൻ പോർട്ടലിലെ ഫോം GST രജിസ്ട്രേഷൻ 13 വഴി ഇത് അപ്ലോഡ് ചെയ്യുകയും ഒരു ഇലക്ട്രോണിക് വെരിഫിക്കേഷൻ കോഡിൻ്റെ സഹായത്തോടു കൂടി അതിൻ്റെ കൃത്യത ഉറപ്പുവരുത്തുകയും ചെയ്യുന്നു. മറ്റൊരു കാര്യമാണ് GSTയുടെ അകത്ത് രജിസ്ട്രേഷൻ എടുക്കുന്ന എല്ലാ വ്യക്തികളും എല്ലാ ബിസിനസ്സുകാരും ഒരു ഓൺലൈൻ സോഫ്റ്റ്വെയറിൻ്റെ സപ്പോർട്ടോടു കൂടിയാണ് അതുമായി ബന്ധപ്പെട്ടിരിക്കുന്ന റെസ്പെക്റ്റീവ് അതോറിറ്റിക്ക് ഓരോ സമയത്തും ഓരോ സന്ദർഭങ്ങളിലും ആപ്ലിക്കേഷൻ ഫോം സബ്മിറ്റ് ചെയ്യുന്നത്, അവരുടെ ടാക്സുമായി ബന്ധപ്പെട്ടിരിക്കുന്ന റിട്ടേണൊക്കെ സബ്മിറ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ അതിൻ്റെ കൃത്യത ഒന്ന് പരിശോധിക്കേണ്ടത് അനിവാര്യം തന്നെയാണ്. അപ്പോൾ നമുക്കത് ഓരോന്നായിട്ട് പരിശോധിക്കാം. ഓൾ ആപ്ലിക്കൻ്റ് റിപ്ലൈ to notice written outward and inward supplies, appeals or any other document shall be submitted electronically with digital signature certificate through an e-signature. A registered company should furnish the documents on application verified through an digital signature certificate. Okay, അതായത് GSTയുടെ അകത്ത് രജിസ്ട്രേഷൻ എടുക്കുന്ന ഏതൊരു ബിസിനസ്സുകാരനും അദ്ദേഹത്തിൻ്റെ ആപ്ലിക്കേഷൻ ഫോം ഗവൺമെൻറ്റിലേക്ക് സബ്മിറ്റ് ചെയ്യുന്നതും അതുപോലെ തന്നെ അദ്ദേഹത്തിന് GST രജിസ്ട്രേഷൻ അതോറിറ്റിയിൽ നിന്ന് ലഭിക്കുന്ന നോട്ടീസ്, അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ ഗവൺമെൻറ്റിലേക്ക് ഫയൽ ചെയ്യുന്ന ടാക്സ് റിപ്പോർട്ട്, അതായത് പർച്ചേസ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഇൻവാർഡ് ടാക്സ് റിപ്പോർട്ട്, അതുപോലെ തന്നെ സെയിൽ ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന കസ്റ്റമേഴ്സിൻ്റെ കയ്യിൽ നിന്ന് കളക്ട് ചെയ്തിരിക്കുന്ന ഔട്ട്വാർഡ് ടാക്സ് എമൗണ്ടുമായി ബന്ധപ്പെട്ടിരിക്കുന്ന ഔട്ട്വാർഡ് ടാക്സ് റിപ്പോർട്ട്, അതുപോലെ തന്നെ ഏതെങ്കിലും തരത്തിൽ ഗവൺമെൻറ്റിലേക്ക് ടാക്സ് അടച്ചതിന് ശേഷം ടാക്സുമായി ബന്ധപ്പെട്ടിരിക്കുന്ന ഏതെങ്കിലും തരത്തിൽ അപ്പീൽ ഡോക്യുമെൻറ്റ്സ്, അതുപോലെ തന്നെ ഇദ്ദേഹത്തിൻ്റെ GSTയുടെ അകത്ത് ബിസിനസ് രജിസ്റ്റർ ചെയ്യുമ്പോൾ അതുമായി ബന്ധപ്പെട്ടിരിക്കുന്ന അപ്ലോഡ് ചെയ്തിരിക്കുന്ന ഡോക്യുമെൻറ്റ്സ്, ഇതൊക്കെയും ഏത് ബിസിനസ്സുകാരനാണോ GST രജിസ്ട്രേഷൻ എടുക്കാൻ ആഗ്രഹിക്കുന്ന ആ ബിസിനസ്സുകാരൻ്റെ ഡിജിറ്റൽ സിഗ്നേച്ചറിൻ്റെ സഹായത്തോടു കൂടിയായിരിക്കും ഓൺലൈൻ പോർട്ടലിൽ അപ്ലോഡ് ചെയ്യുന്നത്. ഓക്കെ, അതുപോലെ തന്നെ ഒരു കമ്പനി ആയിക്കോട്ടെ, ഏത് പാർട്ടി ആയിക്കോട്ടെ, ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ഈ GSTയുമായി ബന്ധപ്പെട്ടിരിക്കുന്ന എല്ലാ ടാക്സ് റിപ്പോർട്ടുകളും ഡോക്യുമെൻറ്റ്സും ടാക്സ് റിട്ടേൺസും നോട്ടീസും ഓൺലൈൻ മുഖേനയായിരിക്കും അതുമായി ബന്ധപ്പെട്ടിരിക്കുന്ന റെസ്പെക്റ്റീവ് അതോറിറ്റിയുടെ ഡിജിറ്റൽ സിഗ്നേച്ചറിൻ്റെ സഹായത്തോടു കൂടിയാണ് ഓൺലൈൻ ഇത് അപ്ലോഡ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഇങ്ങനെ അപ്ലോഡ് ചെയ്തിരിക്കുന്ന ഡോക്യുമെൻറ്റ്സിൻ്റെ കൃത്യത ഒരു ഇലക്ട്രോണിക് വെരിഫിക്കേഷൻ കോഡിൻ്റെ സഹായത്തോടു കൂടി വെരിഫൈ ചെയ്യുകയും ചെയ്യുന്നു. ഓക്കെ, ഇനി മറ്റൊരു കാര്യമെന്ന് പറയുന്നത് ഇങ്ങനെ സബ്മിറ്റ് ചെയ്യുന്ന ഡോക്യുമെൻറ്റ്സിൽ അത് ചിലപ്പോൾ കമ്പനിയാകും, അത് ഓരോ വ്യക്തികളുടെ കാര്യത്തിൽ അല്ലെങ്കിൽ ഈ GSTയുടെ അകത്ത് രജിസ്ട്രേഷൻ എടുക്കുന്ന ബിസിനസ്സുകാർ പല രീതിയിലുണ്ട്, പല സ്വഭാവത്തിൽ ബിസിനസ്സുകാരുണ്ട് അല്ലേ. അപ്പോൾ ഇവരിങ്ങനെ പല രീതിയിൽ ബിസിനസ്സുകാർ സബ്മിറ്റ് ചെയ്യുന്ന ആപ്ലിക്കേഷൻ ഫോംസ് അതുപോലെ തന്നെ ഡോക്യുമെൻറ്റ്സിൽ സൈൻ ചെയ്യുന്നത് അതുമായി ബന്ധപ്പെട്ടിരിക്കുന്ന ഒരു റെസ്പെക്റ്റീവ് അതോറിറ്റി ആയിരിക്കും, അല്ലെങ്കിൽ റെസ്പെക്റ്റീവ് പേഴ്സൺ ആയിരിക്കും. ആ വ്യക്തികൾ ആരൊക്കെയെന്നാണ് നമുക്ക് ഓരോ ബിസിനസ്സുകാരൻ്റെ കാര്യത്തിലും സെപ്പറേറ്റ് ചെയ്ത് നമുക്കൊന്ന് പറയാം. ഇൻ ദ കേസ് ഓഫ് ബൈ ആൻ ഇൻഡിവിജ്വൽ ഹിംസെൽഫ് വെയർ he absent from India by some other person duly authorized by him in this behalf, and where the individual is mentally incapacitated from attending to his affairs by his guardian or റെപ്രസെൻറ്റേറ്റീവ്. അതായത് ഏതെങ്കിലും ഒരു ഇൻഡിവിജ്വൽ വ്യക്തിയാണ് അയാളുടെ ബിസിനസ് സ്ഥാപനം GSTയുടെ അകത്ത് രജിസ്റ്റർ ചെയ്യാൻ ആഗ്രഹിക്കുന്നതെങ്കിൽ അയാൾ അപ്ലോഡ് ചെയ്യുന്ന ഡോക്യുമെൻറ്റ്സിൽ സൈൻ ചെയ്യുന്നത് അയാൾ തന്നെയായിരിക്കും. ഇനി അയാൾ ഇന്ത്യയിൽ ഇല്ല എങ്കിലോ അയാളുടെ ആബ്സെൻസിൽ അയാൾ ഏർപ്പെടുത്തിയിരിക്കുന്ന ഏതെങ്കിലും റെസ്പോൺസിബിൾ ആയിട്ടുള്ള പേഴ്സൺസ്. ഇനി മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഒരു ബിസിനസ്സുകാരൻ അയാളുടെ ബിസിനസ് ഇപ്പോൾ പാരമ്പര്യമായിട്ട് കൈമാറി വന്നിരിക്കുന്ന ഒരു ബിസിനസ് എന്ന് കരുതുക. ഓക്കെ, അല്ലെങ്കിൽ GST രജിസ്ട്രേഷൻ എടുക്കാൻ ആഗ്രഹിക്കുന്നത് ഏതെങ്കിലും മെൻ്റലി ഇൻകപ്പാസിറ്റഡ് ആയിട്ടുള്ള ഒരു പേഴ്സൺ ആണെങ്കിൽ ബിസിനസ് ഉടമസ്ഥന് മെൻ്റലി ആയിട്ടുള്ള ഇൻകപ്പാസിറ്റി ഉള്ളൊരു വ്യക്തിയാണ് ആ ബിസിനസ് ഉടമസ്ഥൻ അല്ലെങ്കിൽ GST രജിസ്ട്രേഷൻ എടുക്കുന്നതെങ്കിൽ അയാളുടെ ലോക്കൽ ഗാർഡിയൻസ് ഇതൊക്കെയായി ആ വ്യക്തികളായിരിക്കും ഈ രീതിയിൽ അപ്ലോഡ് ചെയ്യുന്ന ഡോക്യുമെൻറ്റ്സിൽ സൈൻ ചെയ്യുന്നത്. ഇനി ഹിന്ദു ആൻഡ് ഡിവൈഡ് ഫാമിലിയുടെ കാര്യത്തിലാണ് എങ്കിൽ നമുക്കറിയാലോ ഹിന്ദു ആൻഡ് ഡിവൈഡ് ഫാമിലി ആ രീതിയിൽ ബിസിനസ് ചെയ്യുന്ന ബിസിനസ്സുകാരാണെങ്കിൽ ആ രീതിയിൽ ബിസിനസ് രജിസ്റ്റർ ചെയ്യുന്ന ബിസിനസ്സുകാരാണ് GSTയുടെ അകത്ത് രജിസ്ട്രേഷൻ എടുക്കുന്നതെങ്കിൽ അവർ അപ്ലോഡ് ചെയ്യുന്ന ഡോക്യുമെൻറ്റ്സിൽ സൈൻ ചെയ്യുന്നത് കർത്ത എന്ന് പറയുന്ന വ്യക്തിയായിരിക്കും. അല്ലെങ്കിൽ ആ ഹിന്ദു ആൻഡ് ഡിവൈഡ് ഫാമിലി ആ രീതിയിലുള്ള ആ രീതിയിൽ ബിസിനസ് ചെയ്യുന്ന വ്യക്തികളിൽ ഏറ്റവും ഹയർ അതോറിറ്റി എന്ന് പറയുന്നത് ആ കുടുംബത്തിലെ ഏറ്റവും പ്രായം ചെന്നിരിക്കുന്നതും അതുപോലെ തന്നെ ഏറ്റവും മുതിർന്ന ഒരു വ്യക്തിയുമായിരിക്കും. ആ വ്യക്തിയെ വിളിക്കുന്ന പേരാണ് കർത്ത. ആ രീതിയിൽ ബിസിനസ്സിൻ്റെ എല്ലാ രീതിയിലുള്ള പ്രവർത്തനങ്ങൾക്കും ഏറ്റവും കൂടുതൽ റെസ്പോൺസിബിൾ ഉള്ള വ്യക്തി ആര് തന്നെയായിരിക്കും? ഈ വ്യക്തി തന്നെയായിരിക്കും. ഈ രീതിയിൽ GSTയുടെ അകത്ത് രജിസ്റ്റർ ചെയ്യുന്ന ബിസിനസ് ഓൺലൈൻ മുഖേന അപ്ലോഡ് ചെയ്യുന്ന
ടാക്സ് റിട്ടേൺ അതുപോലെ തന്നെ ലീഗൽ ഡോക്യുമെൻറ്റ്സിലൊക്കെ സൈൻ ചെയ്തിരിക്കുന്ന ആരായിരിക്കും? കർത്ത തന്നെയായിരിക്കും. ഇനി ഒരു കമ്പനിയുടെ കാര്യത്തിലാണെങ്കിൽ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ ആയിരിക്കും സൈൻ ചെയ്യുന്നത്. ഇനി ഗവൺമെൻറ് ഓർ ഗവൺമെൻറ് ഏജൻസി അത് ലോക്കൽ അതോറിറ്റി അതുപോലെയുള്ള പാർട്ടീസൊക്കെയാണ് GSTയുടെ അകത്ത് രജിസ്ട്രേഷൻ എടുക്കുന്നതെങ്കിൽ അതുമായി ബന്ധപ്പെട്ടിരിക്കുന്ന റെസ്പെക്റ്റീവ് ഓഫീസർ ആയിരിക്കും ഈ രീതിയിൽ GST രജിസ്ട്രേഷൻ എടുക്കുന്ന സമയത്ത് അപ്ലോഡ് ചെയ്യുന്ന ഡോക്യുമെൻറ്റ്സ് സൈൻ ചെയ്യുന്നത്. ഒരു ഫേമിൻ്റെ കാര്യത്തിലാണെങ്കിൽ ഒരു പാർട്ട്ണർഷിപ്പ് ഫേമിൻ്റെ കാര്യത്തിലാണെങ്കിൽ ഏതെങ്കിലും ഒരു ഒന്നിലും ഇപ്പോൾ പ്രായപൂർത്തി അതായത് നമുക്ക് എന്താണ് മൈനറായിട്ടിരിക്കുന്ന വ്യക്തികളും അതുപോലെ തന്നെ എന്താണ് മേജറായിരിക്കുന്ന വ്യക്തികൾക്ക് ഒരു പാർട്ട്ണർഷിപ്പ് ഫേം സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ അങ്ങനെയുള്ള ഒരു പാർട്ട്ണർഷിപ്പ് ഫേമിൻ്റെ കാര്യത്തിലാണെങ്കിൽ മേജറായിട്ടുള്ള ഏതെങ്കിലും ഒരു പാർട്ട്ണറായിരിക്കും ഈ രീതിയിൽ GST രജിസ്ട്രേഷൻ എടുക്കുന്ന സമയത്ത് GST രജിസ്ട്രേഷൻ കിട്ടിയതിന് ശേഷം ഗവൺമെൻറ്റിലേക്ക് ടാക്സ് റിട്ടേണോ അല്ലെങ്കിൽ ലീഗൽ ഡോക്യുമെൻറ്റ്സൊക്കെ സബ്മിറ്റ് ചെയ്യുന്ന സമയത്ത് സൈൻ ചെയ്ത് കൊടുക്കുന്നത്. ഇനി ട്രസ്റ്റിൻ്റെ കാര്യത്തിലാണെങ്കിൽ ട്രസ്റ്റുമായി ബന്ധപ്പെട്ടിരിക്കുന്ന ഏതെങ്കിലും റെസ്പോൺസിബിൾ പേഴ്സൺ ആയിരിക്കും. അതുപോലെ തന്നെ എന്താണ് in the case of any other person by a person competent act his behalf by person authorized accordance with the provisions of section 48. അതായത് ലീഗലി ഒരു വ്യക്തിക്ക് GST രജിസ്ട്രേഷൻ എടുത്തു, പക്ഷേ ആ വ്യക്തിക്ക് പ്രവർത്തിക്കാൻ കഴിയുന്നില്ല എങ്കിൽ അദ്ദേഹത്തിന് മേൽ അധികാരമുള്ള മറ്റൊരു വ്യക്തിയായിരിക്കും GSTയുടെ അകത്ത് ഈ രീതിയിൽ രജിസ്ട്രേഷൻ എടുത്തിരിക്കുന്ന വ്യക്തി ഫയൽ ചെയ്യുന്ന എല്ലാ ഡോക്യുമെൻറ്റ്സിലും അതുപോലെ തന്നെ ടാക്സ് റിട്ടേണിലും സൈൻ ചെയ്യുന്നത്. ഓക്കെ, ഈ രീതിയിലുള്ള എല്ലാ പാർട്ടീസും ഈ രീതിയിലുള്ള ബിസിനസ്സുകാർ അതുമായി ബന്ധപ്പെട്ടിരിക്കുന്ന റെസ്പെക്റ്റീവ് അതോറിറ്റീസ് ആയിരിക്കും. ഈ രീതിയിലുള്ള ബിസിനസ്സുകാർ ഗവൺമെൻറ്റിലേക്ക് ഫയൽ ചെയ്യുന്ന എല്ലാ ടാക്സ് റിപ്പോർട്ടിലും അതുപോലെ തന്നെ എന്താണ് ടാക്സ് റിട്ടേണിലും അത് ഡോക്യുമെൻറ്റ്സിലും സൈൻ ചെയ്യുന്നത്. ഓക്കെ, ഇനി മറ്റൊരു കാര്യം എന്ന് പറയുന്നത് നമ്മുടെ രജിസ്ട്രേഷൻ അതോറിറ്റിയുടെ ഭാഗത്തു നിന്നാണ്. അതുപോലെ തന്നെ രജിസ്ട്രേഷൻ അതോറിറ്റി GST രജിസ്റ്റർ ചെയ്യുന്ന ബിസിനസ്സുകാർക്ക് കൊടുക്കുന്ന ഓർഡറുകൾ, നോട്ടീസ്, അതുപോലെ തന്നെ രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ്, GST രജിസ്റ്റർ ചെയ്യുമ്പോൾ കിട്ടുന്ന സർട്ടിഫിക്കറ്റ്, അതുപോലെ തന്നെ ടാക്സ് റിട്ടേൺ അക്സെപ്റ്റ് ചെയ്തുകൊണ്ടുള്ള സർട്ടിഫിക്കറ്റ്, ഇതൊക്കെയും കൊടുക്കുന്നത് ഓൺലൈൻ മുഖേനയായിരിക്കും. അപ്പോൾ ഓൺലൈൻ മുഖേന GST രജിസ്ട്രേഷൻ അതോറിറ്റി അതുമായി ബന്ധപ്പെട്ടിരിക്കുന്ന രജിസ്റ്റേർഡ് പാർട്ടിക്ക് ഓർഡറുകൾ ഒക്കെ പാസ് ചെയ്യുന്നു. ഓക്കെ, ഇങ്ങനെ പാസ് ചെയ്യുമ്പോൾ അവർ കൊടുക്കുന്നത് ഈ സർട്ടിഫിക്കറ്റിലും അതുപോലെ തന്നെ എന്താണ് എല്ലാ ഓർഡേഴ്സിലും എല്ലാ നോട്ടീസിലും അതുമായി GST രജിസ്ട്രേഷൻ നൽകുന്ന അതോറിറ്റിയുടെ റെസ്പെക്റ്റീവ് ഓഫീസറുടെ ഇലക്ട്രോണിക് സിഗ്നേച്ചറിൻ്റെ സഹായത്തോടു കൂടി ഓൺലൈൻ മുഖേനയായിരിക്കും GST രജിസ്ട്രേഷൻ അതോറിറ്റിയുടെ ഭാഗത്തു നിന്നുള്ള എല്ലാ ഓർഡറുകളും എല്ലാ നോട്ടീസും അതുപോലെ തന്നെ എല്ലാ ടാക്സ് സർട്ടിഫിക്കറ്റുകളും അതാത് ബിസിനസ്സുകാരന് കിട്ടുന്നത്. ഓക്കെ, താങ്ക് യു.